ആശാവർക്കർമാരുടെ സമരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. സമരത്തെ പിന്തുണച്ചവർക്ക് അനുകൂലമാകും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് രാപ്പകൽ സമരയാത്ര ക്യാപ്റ്റൻ എം.എ. ബിന്ദു പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഒത്തുതീർപ്പാക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി കെ ശൈലജ പറഞ്ഞത് വസ്തുതാവിരുദ്ധമെന്ന് അസോസിയേഷൻ സെക്രട്ടറി എസ് മിനിയും പറഞ്ഞു. സംഘടനയുടെ രാപ്പകൽ സമരയാത്ര കോട്ടയം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ആശാസമരമാണല്ലോ. ഇന്ന് 114 ദിവസമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ മാധ്യമങ്ങൾക്കും അറിയാലോ. അപ്പോൾ തീർച്ചയായും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രക്രിയ നടക്കുമ്പോൾ അത് സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിൽ ചർച്ചയ്ക്ക് വരുമല്ലോ. ചർച്ചയ്ക്ക് വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്നലെ മുൻ മന്ത്രി കെ ശൈലജ ടീച്ചർ ഡൽഹിയിൽ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആശാ വർക്കർമാർ 21,000 രൂപ അവരുടെ വേതനമായി ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഈ സമരം അവസാനിക്കാത്തത്. പക്ഷെ അത് കള്ളമാണ്, വസ്തുതാ വിരുദ്ധമാണ്. കാരണം ഞങ്ങളുടെ ഡിമാൻഡ് 21,000 രൂപയാണ്. അതാകട്ടെ ഈ ഇടതുമുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെച്ച പ്രകടന പത്രികയിലുള്ള കാര്യമാണ്. അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷേ സെറ്റിൽമെന്റ് ഫോർമുല എന്ന നിലയ്ക്ക് ഞങ്ങൾ വെച്ചു കമ്മിറ്റി രൂപീകരിക്കുന്നതിന് മുമ്പ് 3,000 രൂപ വർദ്ധിപ്പിക്കണമെന്നുള്ളത്. അത് വളരെ മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുകയാണ്. അത് ആ മിനിറ്റ്സിലുമില്ല. അപ്പോൾ ഗവൺമെന്റ് അവരുടെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വ്യാജ